ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്. ക്യാൻസർ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന മിക്ക ഡോക്ടേഴ്സും പറയുന്നതാണ്, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കൊന്ന് റിക്കവർ ചെയ്തെടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ലേറ്റ് ആയി പോയി എന്നൊക്കെ. കാരണം ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം പെട്ടെന്ന് നമ്മുടെ ശരീരം തന്നെ വ്യാപിക്കുന്ന ഒരു കണ്ടീഷനാണ്. പല ലക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിൽ കണ്ടാൽ ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയാതെ പോകും. കാരണം ഓരോ ക്യാൻസറിനും ഓരോരോ സിംറ്റംസ് ആയിരിക്കും പ്രസന്റ് ചെയ്യുക. എന്നിരുന്നാലും മിക്ക ക്യാൻസർ പേഷ്യൻസിനും കാണുന്ന കോമൺ ആയിട്ടുള്ള ചില സിംറ്റംസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. എന്താണ് ക്യാൻസർ? നമ്മുടെ ശരീരത്തിൽ നോർമലി ഒരുപാട് കോശങ്ങളുണ്ട്. ഒരു ട്രില്യൺസ് എന്ന് നമുക്ക് പറയാം. അത്രയും തന്നെ കോശങ്ങളുണ്ട്. ഈ കോശങ്ങൾ വിഭജിച്ചാണ് നമുക്ക് വളർച്ച ഉണ്ടാവുന്നത്. നമ്മൾ കുഞ്ഞായിരിക്കുന്നതിൽ നിന്ന് വളർന്ന് വളർന്ന് വരുന്നത് ഈ ഒരു വിഭജനത്തിൽ വഴിയാണ്. അപ്പം നോർമലി ഒരു കോശം ഡിവൈഡ് ചെയ്ത് രണ്ടാവുന്നു, രണ്ടിൽ നിന്ന് നാലാവുന്നു, അങ്ങനെയാണ്. അപ്പം നമ്മുടെ കോശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജനിതക ഘടകങ്ങൾക്ക് എന്തെങ്കിലും മ്യൂട്ടേഷനൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്നിൽ നിന്ന് 10 കോശങ്ങൾ ഉണ്ടാവുന്നു, 10ൽ നിന്ന് 100 കോശങ്ങൾ ഉണ്ടാവുന്നു, അങ്ങനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ഗ്രോത്ത് ആയി മാറുന്നു. ഇതാണ് നമുക്ക് കൂടുതലും ക്യാൻസർ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. ഉണ്ടാവുന്ന ആ ഒരു മ്യൂട്ടേഷനാണ് ഇതിനെല്ലാത്തിനും കാരണം. ഈ ഒരു മ്യൂട്ടേഷന് കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ജനറ്റിക് ആയിട്ട് വരുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലികൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടോ നമ്മുടെ ചുറ്റുപാടുകൾ കൊണ്ടോ ഒക്കെയാണ് ഈ ഒരു മ്യൂട്ടേഷൻ ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റു അവയവങ്ങളോട് പെട്ടെന്നാണ് വ്യാപിക്കുക. ചിലപ്പോൾ നമ്മൾ പുറത്തോട്ടൊന്നും വലിയ ലക്ഷണങ്ങളൊന്നും കാണിക്കാതിരിക്കും. അപ്പോൾ ഈ ഒരു കോശങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം തന്നെ അതിനെ മാക്സിമം പ്രതിരോധിക്കാൻ നോക്കും. നമ്മുടെ പ്രതിരോധ ശേഷി തന്നെ മാക്സിമം അതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് ഇവയെ നശിപ്പിക്കാൻ തോന്നും. പക്ഷേ ഇവർ പെട്ടെന്ന് വിഭജിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോവുകയും അത് നമുക്ക് നമ്മുടെ ഒരു മരണത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ക്യാൻസർ കോമൺ ആയി കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെയാണ് കഠിനമായ ഒരു ക്ഷീണം ഉണ്ടാവുക. എന്താ കാരണം എന്നൊന്നും അറിയില്ല, പക്ഷെ ഭയങ്കര ക്ഷീണമാണ്, ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. പൊതുവേ നമ്മളിങ്ങനെ ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞാൽ പറയും, ഒന്ന് കിടന്നാൽ മാറിയാൽ മതി, അല്ലെങ്കിൽ കിടന്നോ റെസ്റ്റ് എടുത്തോ എന്നൊക്കെ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ക്ഷീണം നിൽക്കുകയാണ്, പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം ഡയബറ്റീസ് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങളുള്ള ഒരാൾക്കാണ് ഇങ്ങനെ ക്ഷീണമെങ്കിൽ ചിലപ്പോൾ അത് ഒരു അസുഖവുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഇതൊന്നും അല്ലാതെ തന്നെ ഇപ്പം രക്തക്കുറവ്, വിളർച്ച, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പം മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അതൊരു ക്ഷീണമായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക. ഇങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കൂടാതെ നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാം നോർമലാണ്, പക്ഷെ ക്ഷീണം വിട്ടുമാറാതെ നിൽക്കുകയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. ഇങ്ങനെ ക്ഷീണം ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഒരു കോശത്തിൽ നിന്ന് 2 കോശങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു എനർജി അവിടെ അത്രയും മതി. പക്ഷേ ഈ ഒരു ക്യാൻസർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഒന്നിൽ നിന്ന് 10 കോശങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിന് വേണ്ട, അല്ലെങ്കിൽ നോർമലി വേണ്ട എനർജി മുഴുവൻ ഈ ക്യാൻസർ കോശങ്ങൾ വലിച്ചെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഒരു എനർജി ലോസ് അല്ലെങ്കിൽ എനർജിയിൽ കുറവ് വരുന്നു. അത് നമുക്ക് ക്ഷീണത്തിലോട്ട് കാരണമാവും. ഈ കഠിനമായ ഒരു ക്ഷീണം പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പനി വിട്ടുമാറാതെ നിൽക്കുക. ഇപ്പം 2 ആഴ്ചയിൽ കൂടുതലൊക്കെ നമുക്ക് പനിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ആർക്കും വേറെ ഇൻഫെക്ഷൻ ഒന്നുമില്ല, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും വേറെ ഇൻഫെക്ഷൻസ് വരാൻ പറ്റതായ കാര്യങ്ങളില്ല. മൂത്രത്തിൽ പഴുപ്പോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഒന്നുമില്ല. ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ല, അല്ലാതെ വേറെ വരാൻ ചാൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇടവിട്ട് പനി വരിക. പനി കൂടുതലും രാത്രിയിലാണ് പ്രസന്റ് ചെയ്യുക. രാത്രി ആവുമ്പോൾ ഭയങ്കരമായിട്ട് പനിക്കുക, കുറച്ച് കഴിയുമ്പോൾ വിയർക്കുക, ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ക്ഷീണം, ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വിട്ടുമാറാതെ നിൽക്കുകയാണെങ്കിൽ, ഒരു 2 ആഴ്ചയിൽ കൂടുതൽ ഈ ഒരു സിംറ്റംസ് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കണം. കൃത്യമായ ഒരു ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണം. എന്തെങ്കിലും അല്ലെങ്കിൽ ബാക്കി ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ ബാക്കി റുട്ടീൻ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. ഈ പറഞ്ഞ ലക്ഷണത്തിനോടൊപ്പം തന്നെ മൂന്നാമതായിട്ട് ശരീരഭാരം കുറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നമ്മൾ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മൾ കഠിനമായ വേറെ വ്യായാമം ഒന്നും ചെയ്യുന്നില്ല, എന്നിട്ട് നമ്മുടെ ശരീരഭാരം കുറയും, ഒരു മാസം ഒരു 4-5 കിലോ ഒക്കെ കുറയുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. കാരണം കൂടാതെ തന്നെ ഇങ്ങനെ വെയിറ്റ് കുറയുകയാണെങ്കിൽ, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വെയിറ്റ് കുറയുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു ക്യാൻസറിനുള്ള ലക്ഷണമാവാം. ഇപ്പം ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ക്ഷയം പോലുള്ള രോഗത്തിൽ, പ്രമേഹ രോഗത്തിൽ, ഈ വക കണ്ടീഷൻസിലൊക്കെ ചിലപ്പോൾ നമുക്ക് വെയിറ്റ് കുറയുന്നുണ്ടാവും. ഇതൊന്നും അല്ല എങ്കിൽ ചിലപ്പോൾ അതൊരു ക്യാൻസറിനുള്ള ടെംപ്റ്റേഷൻ ആയിരിക്കും. അപ്പം നമ്മൾ വേർതിരിച്ചറിയണം. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നോക്കിയാൽ അറിയാം. സ്കിന്നിൽ നമുക്ക് നോർമലി ഉണ്ടാകുന്ന മറുകുകളൊക്കെ വലുതാവുക, അല്ലെങ്കിൽ അതിന് കട്ടി വെക്കുക, അതിന്റെ സൈഡൊക്കെ ഇറഗുലർ ഷേപ്പിലോട്ട് മാറുക. ഇപ്പം മുറിവുകളൊക്കെ ഉണ്ടായാൽ അത് ഉണങ്ങാതിരിക്കുക, പെട്ടെന്ന് ബ്ലീഡ് ചെയ്യുക, ആ ഒരു ഏരിയയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക. അപ്പം നമ്മൾ അറിയാതെ തട്ടിയാൽ പോലും മുറിവുകൾ വരിക, മുറിവിൽ നിന്ന് ബ്ലഡ് വരിക, അല്ലെങ്കിൽ ബ്ലീഡ് ചെയ്യുക, അതിൽ നിന്ന് എപ്പോഴും ഡിസ്ചാർജ് വരിക, അങ്ങനത്തെ ഇറിറ്റേഷൻസ് ഒക്കെ കാണിക്കുകയാണ്. ആ ഒരു ഏരിയയിൽ ചൊറിച്ചിൽ വരിക, അങ്ങനെ സ്കിന്നിൽ എവിടെയെങ്കിലും വേറെ കട്ടിയുള്ള ഭാഗങ്ങളായിട്ട് വരിക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണുകയാണെങ്കിലും അതൊരു ക്യാൻസറിനുള്ള ലക്ഷണമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഇനി അടുത്തൊരു സിംറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ വേദന വരിക, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നമുക്ക് വീഴ്ചയോ അല്ലെങ്കിൽ നമ്മുടെ വേറെ മസിൽ പെയിനോ ജോയിന്റ് പെയിനോ ഒന്നുമില്ല, പക്ഷേ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ വേദന അനുഭവപ്പെടുക.
അപ്പോൾ വേദന എന്ന് പറഞ്ഞാൽ അത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ക്യാൻസർ എന്ന് പറയുന്ന ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോശങ്ങൾ വളർന്നിട്ട് ഒരു ഗ്രോത്തായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ അടുത്തുള്ള കോശങ്ങൾക്ക് അത് ഉണ്ടാക്കുന്നതായ ഒരു കംപ്രഷൻ കൊണ്ടാണ് ആ ഒരു വേദന വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് ഉണ്ടായ ഒരു മുഴ അതിൻ്റെ അടുത്തുണ്ടാവുന്ന നാഡികളെ കംപ്രസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേദന വരാം. ഇതല്ലാതെ തന്നെ അത് അടുത്തുള്ള മറ്റ് അവയവങ്ങൾ, ഇപ്പം ആമാശയത്തിലാണ് നിങ്ങൾക്കൊരു മുഴ വന്നിരിക്കുന്നതെങ്കിൽ അത് അടുത്തുള്ള ബാക്കി വൻകുടലിനെയും ചെറുകുടലിനെയും ഒക്കെ ഒരു അമർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വേദന വരാം. അതല്ലാതെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ക്യാൻസർ കോശങ്ങളെ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കെമിക്കൽസ് ബ്ലഡിൽ ഉണ്ടാവുകയും അത് ഇതിന് കാരണമാകാറുണ്ട്. അതോടൊപ്പം തന്നെ മെറ്റാസ്റ്റാസിസ്, അല്ലെങ്കിൽ ഒരു അവയവങ്ങൾക്ക് ഉണ്ടായ ചിലപ്പം ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അത് പിന്നീട് അവർക്ക് വരുന്ന ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂട്രസിലായിരിക്കും. അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഉണ്ടാകുന്ന മെറ്റാസ്റ്റാസിസ് മൂലവും ഈ ഒരു പെയിൻ അനുഭവപ്പെടാം. അപ്പോൾ ഇങ്ങനെ ശരീരത്തിൽ പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ തന്നെ വേദന നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. ബാക്കി ബ്ലഡ് റൂട്ടീനൊക്കെ നോക്കിയപ്പോഴും ബാക്കി ബ്ലഡ് ചെക്കപ്പിലും ബാക്കി എല്ലാ ടെസ്റ്റിലും നോർമലായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇങ്ങനെ വിട്ടുമാറാതെ ശരീരത്തിന് വേദന നിൽക്കുകയാണ്, മസിൽസ് പെയിൻ വരികയാണെങ്കിൽ അതും ഈ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി അടുത്തൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ വിശപ്പ് കുറയുക. വിശപ്പ് കുറയുക എന്ന് പറഞ്ഞാൽ എത്ര ഭക്ഷണം കഴിക്കാതിരുന്നാലും അവർക്ക് വിശക്കത്തില്ല. ആ ഒരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ചില ആൾക്കാരിലാണെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ തൊണ്ടയിൽ നിന്ന് ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. ഇപ്പോൾ ത്രോട്ട് ക്യാൻസർ പോലെയുള്ള കണ്ടീഷൻസിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് കാണിക്കാറ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ മലത്തിന് നല്ല ഡാർക്ക് കളറായിട്ട് പോവുക, ചിലപ്പോൾ മലത്തിലൂടെ രക്തം പാസ് ചെയ്യുന്നു പോവുക. അപ്പം അതിപ്പോൾ പൈൽസ്, ഫിഷർ അല്ലെങ്കിൽ അൾസറേറ്റീവ് കോളൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ ഈ മലത്തിലൂടെ ബ്ലഡ് പോകുന്ന കാണാം. അപ്പം ഇതൊന്നും അല്ല എന്ന് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ ആണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം മലത്തിലൂടെ അല്ലെങ്കിൽ മൂത്രത്തിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഓപ്പണിങ്ങിലൂടെ, ഇപ്പോൾ സ്ത്രീകളുടെ കേസിലാണെങ്കിൽ യോനി ഭാഗത്തിലൂടെയോ ഒക്കെ രക്തം പോകുന്ന കാണുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു ക്യാൻസറിനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് അങ്ങനെ ഒരു ലക്ഷണം കാണുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്ത് കഴല വീക്കം കാണുകയാണെങ്കിൽ, ഇപ്പം കഴല അല്ലെങ്കിൽ ലിംഫ് നോഡ് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. ഇപ്പം നമ്മുടെ തലയിൽ താരനോ പെയിനോ ഒക്കെ ഉണ്ടെങ്കിലും കഴല വീക്കം കാണാറുണ്ട്. ഇതല്ലാതെ തന്നെ നീരിറക്കം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ കഴല വീക്കം കാണാറുണ്ട്. അപ്പം ഇങ്ങനത്തെ കാരണങ്ങളൊന്നുമില്ല, പക്ഷെ റെക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ കഴൽ വീക്കം പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് റൂൾ ഔട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്ത് മുഴകളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിന് ഏറ്റവും വലിയൊരു തുടക്കം അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു മുഴകളുടെ പ്രസൻറ്റേഷൻ ആയിരിക്കും. ഇപ്പോൾ സ്ത്രീകളുടെ കേസിൽ പല കാരണങ്ങളാൽ പല രീതിയിൽ അത് ഇപ്പം ബിനൈൻ ആയാലും മാലിഗ്നൻ്റ് ആയിട്ടുള്ള മുഴകൾ കാണാറുണ്ട്. ബിനൈൻ എന്ന് പറഞ്ഞാൽ ക്യാൻസർ അല്ലാത്ത ഗ്രോത്ത്. ഇപ്പോൾ ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും സ്ത്രീകളിലൊക്കെ, അതൊരു ബിനൈൻ കണ്ടീഷനാണ്. അപ്പം ഇതല്ലാതെ തന്നെ മറ്റ് പല മുഴകൾ, ഇപ്പം നമ്മൾ തന്നെ സ്ത്രീകൾ തന്നെയാണെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ പരിശോധിച്ചാൽ തന്നെ പല കണ്ടീഷൻസിലും ഈ ഒരു ലക്ഷണങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു മുഴകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കട്ടിയുള്ളതായിരിക്കും. അത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു അനക്കാനോ അല്ലെങ്കിൽ മൂവ് ചെയ്യാനോ ഒരു ടെൻഡൻസി കാണിക്കില്ല. ഭയങ്കര കട്ടിയായിട്ട് നിൽക്കും. അവൻ്റെ സറൗണ്ടിങ്, അതിൻ്റെ ചുറ്റുപാട് എപ്പോഴും ഇറഗുലർ ഷേപ്പിലായിരിക്കും നിൽക്കുക. അതോടൊപ്പം തന്നെ വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ മറ്റ് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് അതൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു ബിനൈൻ ആണോ മാലിഗ്നൻ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ആണ് കൂടുതൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. കാരണം അത് നമ്മുടെ തന്നെതായ എക്സാമിനേഷൻ വഴി നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ആണ്. അതുപോലെ തന്നെ സ്ത്രീകളെ ഇന്ന് എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ മൊത്തം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണുന്ന ഒരു ക്യാൻസർ എന്ന് പറഞ്ഞാലും ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ വിട്ടുമാറാതെ ചുമ നിൽക്കുകയാണ്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പ്രത്യേകിച്ച് ഇൻഫെക്ഷൻസ് ഒന്നുമില്ല, അലർജിക് അല്ല നിങ്ങളെങ്കിൽ വിട്ടുമാറാതെ ഇങ്ങനെ ഡ്രൈ കഫായിട്ട് നിൽക്കുക. അതിനോടൊപ്പം തന്നെ ഒച്ച അടയുക, അതുപോലെ തന്നെ ചുമയ്ക്കുമ്പോൾ കഫം വരുന്നതിന് അതിൽ രക്തമയം കാണുക. ഈ വക ലക്ഷണങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണിക്കണം. അത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പുകവലി, മദ്യപാനം പോലെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലഡ് കാണുന്നുണ്ടെങ്കിൽ അതിലെങ്കിൽ ക്യാൻസറിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ കഫത്തിൽ രക്തമയം കാണുന്നെങ്കിൽ ഇപ്പോൾ ക്ഷയം അല്ലെങ്കിൽ മറ്റ് പല ഇൻഫെക്ഷൻസിൽ കാണുന്നതിനോടൊപ്പം തന്നെ ക്യാൻസറിലും കാണുന്നത് കൊണ്ട് നിങ്ങൾ അതും റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ചുമയോടൊപ്പം തന്നെ നിങ്ങൾ ഒച്ച അടയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണ്, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒച്ച അടഞ്ഞിരിക്കുന്നതും ഒരു ക്യാൻസറിൻ്റെ ലക്ഷണമാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ മലമൂത്ര വിസർജനത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ, ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ, അതിപ്പോൾ ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം അനുഭവപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഓക്കെയാണ്, ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നത്, എന്നിട്ടും മലബന്ധം ഉണ്ടെങ്കിൽ, ചില ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മലബന്ധമായിട്ട് നിൽക്കുകയും പിന്നെ കുറച്ച് ദിവസങ്ങൾ വയറിളക്കമായിട്ടും പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ മാറി മാറി കാണുന്നത് കൂടുതലും IBS രോഗങ്ങളിലാണ്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷനിലാണ് കൂടുതലും ഇങ്ങനെ മലമൂത്ര വിസർജനത്തിനൊക്കെ ഒരു മാറ്റം വരിക, അല്ലെങ്കിൽ കുറച്ച് നാൾ കോൺസ്റ്റിപ്പേഷനും കുറച്ച് നാൾ ഡയേറിയ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. കൂടുതലും ഈ IBS എന്ന് പറയുന്ന രോഗങ്ങൾ ചെറുപ്രായത്തിലാണ് കാണാറ്. 25-30 വയസ്സ് അല്ലെങ്കിൽ കുറച്ച് ആ ഒരു പ്രായത്തിലാണ് കൂടുതലും കാണാറ്. നമുക്കറിയാം ക്യാൻസർ കണ്ടീഷൻസ് കൂടുതലും കാണുന്നത് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്.
അപ്പം ഇങ്ങനെ ഒരു കോൺസ്റ്റിപ്പേഷൻ ഡയറി എന്ന് പറയുന്ന ഒരു ടെൻഡൻസി ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അതും ക്യാൻസർ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് മറ്റ് ടെസ്റ്റുകൾ ചെയ്ത് റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. അപ്പം ഇങ്ങനെ ഉള്ള ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, അതായത് വിശപ്പ് കുറയുക, നമ്മുടെ ശരീരഭാരം കുറയുക, കഠിനമായ ക്ഷീണം അനുഭവപ്പെടുക, രാത്രി ഇങ്ങനെ വിട്ടുമാറാതെ പനി നിൽക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ചുമയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസോ, നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്തു നിന്ന് കാരണമൊന്നുമില്ലാതെ ബ്ലീഡ് ചെയ്യുക, ശരീരത്തിന് കാരണമില്ലാതെ വേദന വരിക, ചെറിയ ചെറിയ മുഴകൾ വരിക, നമുക്ക് ശരീരത്തിലുള്ള മറുകുകൾക്കൊക്കെ വലുപ്പം കൂടി വരിക, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലോ അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മളത് വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ പോവുകയും അതാണ് മറ്റ് നമുക്ക് വലിയ വലിയ രോഗങ്ങളോട് എത്തുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ടോപ്പിക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കണം. നമുക്ക് എന്താണെന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.